ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഫോണിൻ്റെ ഉപയോഗങ്ങളും പിന്നെ അത് ഉപയോഗിക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദകളായിരുന്നു. പിന്നെ ചില വിധിവിലക്കുകളും. ഇനി ശേഖ പറയാൻ പോകുന്നത് ബാറക്കല്ലാഹു ഫീക്കും ഈ ഫോണിൻ്റെ ഉപദ്രവങ്ങൾ, പ്രശ്നങ്ങളാണ്, കുഴപ്പങ്ങൾ. ഈ ഫോണിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? കുഴപ്പങ്ങളാണ്. ഈ ഫോണിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും കുഴപ്പങ്ങളിലായിക്കൊണ്ടാണ്. ഈ സംഭവം ചെറുതാണെന്നുണ്ടെങ്കിലും അതിനെക്കൊണ്ടുള്ള ഷെറ് വളരെ വലുതാണ്. ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അതിനെക്കൊണ്ടുള്ള ഷെറ് വളരെ വലുതാണ്. അപ്പോൾ ഇതിൻ്റെ ചില തിന്മകൾ, പ്രശ്നങ്ങൾ ഷെയ്ഖ് പറയുന്നുണ്ട്. 11 പോയിന്റുകൾ ഷെയ്ഖ് പറയും ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് ഇസ്തിഅമാലുൽ ഹാത്തിഫ് അൽ ജവാൽ ലിൽ മൂസിഖ വൽ അഗാനി. ഇത് മ്യൂസിക്കിനും അതുപോലെ തന്നെ പാട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഫോൺ ഉപയോഗിക്കുക. ഇതെന്താണെന്ന് വളരെ സുലഭമായിട്ട് കാണുന്ന സംഭവമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ കാരണം നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ന് കൂടുതൽ ആളുകളും ഹറാമിലാണ് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് അത് ഉപേക്ഷിക്കാനാണ് ചില പണ്ഡിതന്മാർ നസീഹത്ത് ചെയ്യുന്നത്. എന്ത്? കച്ചവടം. അതായത് സൂക്ഷ്മത എന്ന് പറയുന്നത് അത് ഒഴിവാക്കലാണ്. അപ്പോൾ ഒരു അഖ് ചോദിച്ചു, അപ്പോൾ കത്തി നമുക്ക് വിൽക്കാൻ പറ്റുമോ? കത്തി കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ലേ? എന്താണ് മറുപടി? നല്ല ചോദ്യമാണ്. എന്താ? കത്തിക്കാൻ പറ്റില്ല? കത്തിക്കാൻ പറ്റും. കാരണം കൂടുതൽ ഉപയോഗം നമ്മൾ പറഞ്ഞു. കൂടുതലായിട്ട് കത്തി ഉപയോഗിക്കുന്നത് എന്തിനാ? കൊല്ലാനാണോ? അല്ല, അത് കിച്ചണിനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇസ്തിഅമാലും എന്തിനാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഹുക്മ് പറഞ്ഞത്. അതുകൊണ്ടാണ് വൈഫൈ കാർഡിന്റെ ഒക്കെ കൂടെ ചേർത്തി പറഞ്ഞത്. അത് കൂടുതലും ഷെറിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മ്യൂസിക്കും പാട്ടിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വളരെ കൂടുതലാണ്. അത് എന്താണ്? ഷെറാണ്. ഇന്ന് ഒരുപാട് ആളുകൾ നമുക്കറിയാം, ഹെഡ്സെറ്റിലാണെങ്കിലും മറ്റ് ഹെഡ്ഫോൺസിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന എന്താണ്? വളരെ കൂടുതൽ ആളുകൾ ഫോൺ ഇന്ന് മ്യൂസിക്കും ഇങ്ങനത്തെ ഹറാമായിട്ടുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാണാനും, ഹറാമായിട്ടുള്ള കാര്യങ്ങൾ കാണാനും ഒക്കെ ഇന്ന് ഫോണിൽ പിന്നെ എന്താണ്? എല്ലാ കാര്യങ്ങളും ഇപ്പം എന്താണ്? അവൈലബിൾ ആണ്. രണ്ടാമത്തത് തസ്വീർ ദവാത്തിൽ അർവാഹ്, അതായത് ആത്മാവുള്ളതിന്റെ ചിത്രം എടുക്കുക. നമുക്കറിയാം ഇന്ന് ഫോട്ടോയിൽ പിക്സൽസ് ഒക്കെ കൂട്ടി വന്നിട്ട് മുന്നിലെ ക്യാമറയും ബാക്കിലെ ക്യാമറ ഒക്കെ എന്താണ്? കൂടുതൽ ക്ലാരിറ്റി കൂട്ടുന്ന അവസ്ഥയിലായിട്ട് പുതിയ ഫോണുകൾ, മോഡലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികം ആളുകളും ആ ക്യാമറ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആത്മാവുള്ള കാര്യങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു സംശയമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സെൽഫിയത്ത് വാദിക്കുന്ന ആളുകൾ വരെ ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി? സെൽഫിയും പിന്നെ ദാവത്തിന് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫി എടുക്കാൻ തുടങ്ങി. ആരാണ് ഒരു തെളിവ് പറഞ്ഞുതരാ? അതായത് സാധാരണ ചിത്രം വരച്ചതും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി വ്യത്യാസം ഉണ്ട് എന്നുള്ളതിന് അല്ല, എന്താ അതിനൊരു തെളിവുള്ളത്? അതായത് ഫോണിൽ ഫോട്ടോ എടുക്കുന്നതും ചിത്രം വരയ്ക്കുന്നതും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതും പിന്നെ കൈകൊണ്ട് കൊത്തിയിട്ട് ഒരു രൂപം ഉണ്ടാക്കുന്നതും വ്യത്യാസമുണ്ട് എന്നുള്ളതിന് കൂടുതൽ പ്രശ്നമാണ്. ഒരു തെളിവുമില്ല. ഇതിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫോൺ കൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അത് ഫോട്ടോഗ്രാഫി അല്ല, ഈ പറഞ്ഞിട്ടുള്ള തസ്വീർ ദവാത്തിൽ അർവാഹിൽ പെട്ടതല്ല എന്ന് പറയാൻ യാതൊരു തെളിവില്ല എന്ന് മാത്രമല്ല, അഖുൻ അബ്ബാസിയ പറഞ്ഞ പോലെ ഇത് കൂടുതൽ പ്രശ്നമാണ്. കാരണം നമ്മൾ ചിത്രം വരച്ച് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ റിയാലിറ്റിയിലാണ് ഇപ്പോൾ ഇന്ന് എന്ത് ചെയ്യുന്നു? ഫോട്ടോയിൽ എടുത്താൽ വരുന്നത്. അത്രയും പിക്സൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഫോണിൽ ഫോട്ടോ വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണ്? അള്ളാഹു സൃഷ്ടിക്കുന്ന പോലെ സൃഷ്ടിക്കാൻ നോക്കുക. അതാണ് ഇപ്പോൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതിനെ കൊണ്ട് സംഭവിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് വീഡിയോ ഇപ്പോൾ ഒന്ന് ഭയങ്കര ആവശ്യമാണ് ദാവത്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ്? ഇപ്പോൾ ഈ പൂർവികരുടെ ഒക്കെ ദാവത്ത് നമ്മളെങ്ങനെയൊക്കെ ഇപ്പോൾ പഠിക്കുന്നത്? ശരി, നമ്മളിപ്പോൾ വായിക്കുന്ന ഷെയ്ഖ് ഹുസൈൻ ഖത്തീബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഇൽമ നമ്മളിലേക്ക് എത്തി. ഇമാം ബുഖാരിന്റെ നമ്മൾ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ആണല്ലേ. ഫോട്ടോ കുറച്ച് മുന്നിലേക്ക് തന്നെ പോവാ. ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് മുബീൽ, അതുപോലെ തന്നെ ഇവരൊക്കെ വീഡിയോയിലാണ് ദാവത്ത് നടത്തിയത്? അല്ല. അപ്പൊ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് ദാവത്തിന്റെ ഒരു വസീലല്ല. ചില ആൾക്കാർ പറയാം അത് പാസ്പോർട്ടിന് എടുക്കാനേക്കാളും ദുർവത്താണ്. എന്താ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ ഈ സംസാരത്തിന്?
അത് ഏത് വലിയ ആലിം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പ്രത്യക്ഷപ്പെട്ട ചില ആലിമീങ്ങൾ പറയുന്ന ആലിം എന്ന് പറയപ്പെടുന്ന ആളുകൾ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് തെളിവല്ല. തെളിവാണത് അല്ല. നമുക്ക് തെളിവ് എന്താണ്? ഖുർആനും സുന്നത്താണ്. ഖുർആനും സുന്നത്തിനോട് യോജിച്ചിട്ടില്ലെങ്കിൽ ഏത് ആലിം പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയണം. മനസ്സിലായില്ലേ? തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ തള്ളിക്കളയണം. അപ്പൊ ഇതൊരു തെളിവല്ല. ഇന്ന വ്യക്തി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, തെളിവല്ല. തെളിവുണ്ടോ ഇൻഷാ അല്ലാഹ് തയ്യാറാണ്, നമ്മൾ ഇഖ്വാളും തയ്യാറാണ് അല്ലെ അഖി? തെളിവുണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിലവിൽ എന്തില്ല, ഒരു തെളിവില്ല. അല്ലാഹു മുസ്തആൻ. അപ്പോ ഇപ്പൊ ഇന്ന് കാണുന്നതിൽ അപ്പൊ എന്താണ് തസ്വീർ ദവാത്തുൽ അർവാഹിന് വേണ്ടിയിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് പല സോഷ്യൽ ആപ്സുകൾ. അതായത് ഇമോ ആയിക്കോട്ടെ, ബോട്ടിം, ഇങ്ങനത്തെ വാട്സപ്പ്, ഇങ്ങനത്തെ ഇതിലൊക്കെ എന്താണ് ഇപ്പൊ വീഡിയോ കോൾസ് ഉണ്ട്. അപ്പൊ വീഡിയോ കോളിംഗ് ആണെങ്കിലും ഫോട്ടോ എടുക്കുന്നതാണെങ്കിലും ഒക്കെ എന്താണ് പ്രശ്നമാണ്. തസ്വീറിന്റെ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഒരു റിസാല തന്നെ ഉണ്ട്, നമ്മുടെ സഹോദരന്മാരിൽ ചില ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. മൂന്നാമത്തത് ദയാഉൽ വഖ്ത്, അതായത് സമയം പാഴാക്കൽ. ഇന്ന് ഫോൺ കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ പെട്ടതാണ് എന്ത്? സമയം വേസ്റ്റ് ആക്കാം. കാരണം ഒരു ആവശ്യമില്ലാതെ ഫോണിൽ മുഴുവനും എന്തായിരിക്കും? സോഷ്യൽ മീഡിയകളായിരിക്കും. സ്നാപ്ചാറ്റ് ഉണ്ടാവും, വാട്സപ്പ് ഉണ്ടാവും, ടെലിഗ്രാം ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, യൂട്യൂബ് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും. ഫുൾ ടൈം അവന് സമയം മുഴുവൻ ഇതിലായിരിക്കും, ഫോണിലായിരിക്കും. എല്ലാത്തിലും അവന് അക്കൗണ്ട് ഉണ്ടാവും, അതിലുള്ള ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അവന് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവൻ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിർബന്ധം അവന് തൊലവിളിയിൽ വേണ്ട പഠിക്കാൻ സമയം ഉണ്ടാവും, ഒന്നും സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ നിസ്കാരം തന്നെ ഉണ്ടാവും, അല്ലാഹു അലം. നിസ്കാരം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും തീർത്തിട്ട് പിന്നെ ഇതിലേക്ക് തന്നെ ഫോണിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ട്, നെറ്റ് സ്പീഡായിട്ടുള്ള നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇന്ന് സമയം വേസ്റ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു സബബാണ് ഈ ഫോണ്. കാരണം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഏറ്റവും വിലമതിക്കുന്ന കാര്യമാണ്. ഒരു ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ്സാണ്. സമയം അവന്റെ ആയുസ്സാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ വിലപ്പെട്ട കാര്യം അത് ഇതിന്റെ പ്രത്യേകത എന്താ? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വറാഹു അസ്ഹലമ അലൈക യദീഉ, അത് വളരെ സിമ്പിൾ ആയിട്ട് പോവുകയും ചെയ്യും. സമയം പോവാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, പക്ഷെ സമയം ഉപയോഗപ്പെടുത്തുന്നതാണ് പണി. ആ സമയം നമുക്ക് അള്ളാഹുവിന്റെ ത്വാഅത്തിലായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് പണി. കൂടുതൽ നമ്മൾ കഷ്ടപ്പെടണ്ടേ, പക്ഷെ അത് സ്പീഡിലായിട്ട് എന്ത് ചെയ്യും? പോവും. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ നാലാമത്തത് നഖ്ലുൽ ഇശാഅത്തിൽ കാദിബ വദ്ദിആയാത്ത്, അതായത് കള്ള പ്രചാരണങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ അതെന്ത് ചെയ്യുക? എങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇന്ന് വാട്സപ്പിലായിക്കോട്ടെ, ടെലിഗ്രാം, ഇതിലൊക്കെ വളരെ അധികം കാണാൻ പറ്റുന്ന കാര്യമാണ്. ചിലപ്പോൾ പറയും മെസ്സേജ് 10 ആൾക്ക് അയച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഉമ്മ മരിച്ചോ, അല്ലെങ്കിൽ പറയും ഇന്ന വ്യക്തി മുസ്ലിമായി, ആൾ കാഫറായിരിക്കും, ഏതെങ്കിലും സിനിമാ നടനോ അല്ലെങ്കിൽ റെസ്ലിങ്ങിന്റെ ആളോ ക്രിക്കറ്റ് കളിക്കാരനൊക്കെ ആയിരിക്കും. പറയും ഇന്ന വ്യക്തി മുസ്ലിമായി, ഫുള്ള് ആളുകൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും? വന്നിട്ടുണ്ടാവും. ഫദ്ദൽ. കാണുന്നത് ഷെയ്ഖ് അബ്ദുൽ ഗനിയൊക്കെ പറയുന്നത് ഒഴിവാക്കുക, അതിൽ ബർക്കത്തില്ല, പറ്റുന്നത് ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലാഹു അലം. അപ്പോ ഇതെന്താണ്? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ കുല്ല മാ സമിഅ, ഒരു വ്യക്തിക്ക് കളവിൽ ആവാൻ മതിയാവുന്നതാണ് എന്ത്? അവൻ പറയുന്നതൊക്കെ കളവാവാൻ അതിനെത്തിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിൽ മതിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? കേട്ടതൊക്കെ പറയാം, അല്ലെങ്കിൽ കിട്ടിയതൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ എന്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇടൽ. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് പല അവസ്ഥകളും കടന്നു വരും, പല സന്ദർഭങ്ങളും കടന്നു വരും. അപ്പൊ അതൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്, അത് നല്ല രീതിയല്ല. ഷെയ്ഖ് വഹബ് ദൈഫാനി റഹിമഹുല്ലാ അദ്ദേഹത്തിനൊരു സ്റ്റാറ്റസിൽ അതായത് അദ്ദേഹത്തിന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട് അത് മുഴുവനും വാട്സപ്പിൽ സ്റ്റാറ്റസിൽ അങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ട് അറിയിച്ചു കൊടുക്കുക. ചിലപ്പോൾ അവനും ഭാര്യയായിട്ടുള്ള പ്രശ്നമായിരിക്കും, ചിലപ്പോൾ അവനും വേറൊരു അഹും തമ്മിലുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ അതിന്റെ തെളിവുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയല്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ അടുക്കി വെക്കുക, അള്ളാഹിലേക്ക് മടക്കുക. ഇതിപ്പോ സ്റ്റാറ്റസിൽ ഇട്ടുകൊണ്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ടാണ് ഷെയ്ഖ് അബൂ താഹിർ യഹ്യ അൽ അൻസി അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള നസീഹത്തുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ?
ആർക്കെങ്കിലും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പറ്റാതിരിക്കെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. കാരണം സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് പലതും പ്രശ്നമായിട്ടുണ്ടാവുക. ഇടാതിരുന്നതിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നത് വളരെ കുറവായിരിക്കും. ഏതുപോലെ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം കൂടുതലാണ്, മിണ്ടാതിരുന്നത് കാരണം പ്രശ്നം ഉണ്ടാവുന്നത് വളരെ കുറവാണ്. അത് നല്ല നസീഹത്താണ്. ആർക്കെങ്കിലും സ്റ്റാറ്റസ് ഇടാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഉദ്ദേശം എന്തല്ല, അപ്പൊ നമ്മളെ ഇഖ്വകൾ ചെയ്യുന്ന പോസ്റ്ററുകളോ ഹദീസുകളോ അല്ലെങ്കിൽ ദർസിന്റെ ലിങ്കോ അതൊന്നും പോസ്റ്റ് ചെയ്യുന്നതല്ല. നമ്മളതായിട്ടുള്ള ചിലതുണ്ടാവല്ലോ, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ നോക്കാതെ ശ്രദ്ധിക്കാതെ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഹൈർ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ദഅവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകാരത്തിൽ പെട്ട നമ്മൾ പറഞ്ഞിരുന്നത് ദഅവത്തിന് വേണ്ടിയിട്ട് ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ആയിട്ട് ഉപയോഗിക്കണം. അല്ലാതെ ഇതുപോലെ യാതൊരു അടിസ്ഥാനമില്ലാത്ത കള്ളങ്ങൾ ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അതങ്ങനെ ഉപയോഗിക്കൽ എന്താണ്, ഇതിന്റെ ഷെറിൽ പെട്ടതാണ്. പിന്നെ ഇഅ്താഉ സിബിയാൻ വസ്സുഫഹാ അൽ ജവാലാത്ത്, അടുത്തതാണ് കുട്ടികൾക്കും സുഫഹ. സുഫഹ എന്ന് പറഞ്ഞാൽ, സഫീഹ് എന്ന് പറഞ്ഞാൽ താരീഫ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അല്ലദീ ലാ യുഹ്സിനു തസറുഫ്, ഇത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണ് സഫീഹ് എന്ന് പറയാം. അല്ലാഹു തആല എന്താ പറഞ്ഞിട്ടുള്ളത്, വലാ തുഅ്തു സുഫഹാ അംവാലക്കും, നിങ്ങൾ സഫീഹുകൾക്ക് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ സമ്പത്ത് കൊടുക്കരുത്. ഇപ്പൊ സഫീഹ് ആരാണ്? പണ്ഡിതന്മാർ പറയാണ് അല്ലദീ ലാ യുഹ്സിനു തസറുഫ്, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയാത്ത ആൾക്കാർ. അത് കുട്ടികൾ പെടും, സ്ത്രീകൾ പെടും. സ്ത്രീകളെല്ലാവരും അല്ല, അധിക സ്ത്രീകളും. അതുപോലെ തന്നെ ഭ്രാന്തന്മാർ പെടും. അങ്ങനെ പല ആൾക്കാരും അതിൽ പെടും. ഇനി പുരുഷന്മാരിൽ തന്നെ അങ്ങനത്തെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കാന്ന് പറയുന്നത് എന്താണ്, ഷെറാണ്. കാരണം നമുക്കറിയാം കുട്ടികൾക്കും ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷെറിലേക്ക് എത്തും. ഇപ്പൊ ഇന്ന് കുട്ടികൾക്കൊക്കെ ഈ ഫോൺ കൊടുക്കുന്നതിനെ കൊണ്ട് പല പ്രശ്നങ്ങളെത്തും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മനെ വരെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടാവും. അതിൽ പല ഗെയിമുകളും ഉണ്ടാവും, കൊല്ലുന്നതും അങ്ങനെ ആക്കുന്നതും. ഇപ്പൊ ഈ പബ്ജി ഇതിലൊക്കെ എന്താണ്, വിഗ്രഹത്തിന്റെ അവിടെ പോയിട്ട് സുജൂദ് ചെയ്യുന്ന അവസ്ഥ, അതൊക്കെ കുട്ടികൾ പഠിക്കുക അങ്ങനെ തന്നെ. അതുപോലെ സൂപ്പർമാന്റെ കണ്ടിട്ട് എന്ത് ചെയ്യാ, പറക്കാൻ പറ്റുമെന്ന് മനസ്സിലായിട്ട് പോയിട്ട് പറക്കാൻ നോക്കിയിട്ട് മരിച്ച്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പല കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് കുട്ടികൾക്ക് അതുപോലെ തന്നെ ഈ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്ത ആളുകൾക്ക് കൊടുക്കുന്ന എന്താണ് പ്രശ്നമാണ്. ശരിക്കും ഷെയ്ഖുന യഹ്യന്റെ ഈ അടുത്ത വരെ ഒരു സംസാരം വന്നാൽ സ്ത്രീകൾക്കൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എന്താ, അന്ന് അതുകൊണ്ട് ഉണ്ടാകുന്ന ഷെറ് വളരെ കൂടുതലാണ്. സ്ത്രീകൾക്ക് നാഖിസാത്തു അഖ്ലും വദീനാണ്. അവർക്ക് ദീനും ബുദ്ധിയിലും എന്താണ് പോരായ്മയുള്ള ആൾക്കാരാണ്. പുറത്തുനിന്ന് പല ചാറ്റുകളും വരും, പല കോളുകളും വരും, പതിയെ 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 അതിൽ വീഴും, എന്നിട്ട് ഹറാമിലേക്ക് എത്തിപ്പെടും. ഇതെന്താണ് വ്യാപകമായിട്ട് കാണുന്ന സംഭവമാണത്, യാതുമില്ല. അപ്പൊ ഇതെന്താണ് ഒരു പ്രശ്നമാണ് ഇങ്ങനെ കൊടുക്കാന്ന് പറയുന്നത്. കുട്ടികൾക്ക് തീരെ കൊടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ എന്താണ്, കുട്ടികൾക്ക് പല ആളുകൾക്കും കൊടുത്ത് കൊടുത്ത് ശീലമായിട്ട്, ചിലർക്ക് ഇപ്പൊ ഫോണില്ലാതെ ചിലപ്പോൾ ഭക്ഷണം തന്നെ കഴിക്കുള്ളൂ കുട്ടികൾ. ചില കുട്ടികൾ അത്രയും യൂട്യൂബും അതും ഗെയിമും ഒക്കെ കണ്ട് കൊടുത്ത് ശീലിപ്പിച്ചിട്ട് അതന്നെ വേണം. പിന്നെ അതെന്താണ്, അതിന്റെ പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ട്. ബുദ്ധിക്കൊക്കെ പ്രശ്നം വരും, അത് അവസാനം കാഴ്ചക്ക് പ്രശ്നം വരും. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കാര്യം. ഷെയ്ഖേ പറഞ്ഞു ജസാഅല്ലാഹു ഖൈറൻ, അങ്ങനെ ഒഴിവാക്കിയ ആൾക്ക് അള്ളാഹ് പ്രതിഫലം കൊടുക്കട്ടെ. കാരണം എന്താണ്, അതൊക്കെ നമുക്ക് മസൂലി, നമ്മളെ ഉത്തരവാദിത്വത്തിലാണിത്. മക്കള് വെടക്കായി കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ പ്രശ്നം കിട്ടുക, കുറ്റം കിട്ടുക നമുക്കാണ്. നമ്മൾ ഈ മര്യാദയായിട്ടുള്ള വാപ്പമ്മമാർ മര്യാദയ്ക്ക് തർബിയത്ത് കൊടുക്കാത്ത പ്രശ്നമാണത്. ഭാര്യ ആണെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളെ ബാധ്യതയിലുള്ളതാണ്. നമ്മളാണ് ഉത്തരവാദിത്വം ഏൽക്കപ്പെട്ട ആളുകൾ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. പിന്നെ അടുത്തത് വുഖൂഉൽ മുഹറമാത്ത് അൻ ത്വരീഖിൽ ജവ്വാൽ. ഇത് ഈ മൊബൈലിലൂടെ എന്ത് ചെയ്യുക, ഹറാമിൽ വീഴുക. അതായത് പല ഫോണുകളിലുള്ള പല കാര്യങ്ങൾ, അതായത് നെറ്റിലൊക്കെ പലതും സെർച്ച് ചെയ്തിട്ടും അങ്ങനെ പല ലിവാത്ത്, സുവർഗരതി, അതുപോലെ തന്നെ സിന, കൊലപാതകം, അങ്ങനെ പല ഹറാമുകളിൽ വീഴാൻ സബബാവുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ. അതിന് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നെറ്റാണ്. ഇപ്പൊ ചെറിയ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇംഗ്ലീഷും കൂടി അറിയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചില കുട്ടികൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോലും അറിയില്ല. അപ്പൊ അവനക്ക് പക്ഷെ എന്താ അറിയാം, വോയിസിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന അറിയാം. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഡേഞ്ചറാണ്. അപ്പൊ നമ്മളൊരു കുട്ടീനെ പോയി അടുത്ത് കണ്ടോ നോക്കുക, അവനക്ക് ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല.
നോക്കുമ്പോൾ എന്താ അവന് വേണ്ടിയത് നേരെ വോയിസിൽ സെർച്ച് ചെയ്തു അവന് വേണ്ടിയ സാധനം അവനെടുത്ത്. നമുക്കറിയാം നെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ അവർ കുഫാറുകൾ ഒഴിവാക്കൂല. അവരുടെ നിയമാണത്. ഈ ഹറാമായിട്ടുള്ള ഈ കാണാൻ പാടില്ലാത്ത നീലച്ചിത്രങ്ങളൊന്നും എന്ത് ചെയ്യില്ല, അവർ ഒഴിവാക്കൂല അത്. അപ്പോൾ ഇന്നിപ്പോൾ വിരൽ തുമ്പിലാണ് ഹറാമുള്ളത്. അപ്പൊ ഈ കുട്ടികൾക്ക് ഇതൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ എവിടെന്നെങ്കിലും കേൾക്കും ഒരു വേർഡ്, അത് നേരെ പോയി അവർ സെർച്ച് ചെയ്യും. അപ്പൊ എവിടെ എത്തും? ഇതിലെത്തും. അപ്പൊ കുട്ടികളെ വിഷയത്തിലും അതുപോലെ തന്നെ ഭാര്യമാരുടെ വിഷയത്തിലും എന്താണ് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പൊ ഭാര്യക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? എപ്പോഴും ഫോളോ അപ്പ് ചെയ്യണം, പരിശോധിക്കണം. മനസ്സിലായി? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഉഖ്തും വേറെ ഉഖ്തും തമ്മിലുള്ള ചാറ്റ് മുഴുവൻ നോക്കണം, വോയിസ് കേൾക്കണം എന്നല്ല, ശ്രദ്ധിക്കണം. അതായത് നമ്മൾ നോക്കണം എന്തൊക്കെയാണ് ഫോണിൽ ഉപയോഗിക്കുന്നത്, അവരെന്തൊക്കെയാണ് ആ ഫോണിൽ അവർ ആരൊക്കെ ആയിട്ടാണ് ചാറ്റിങ് അവർ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്, നെറ്റിൽ എന്താണ് സെർച്ച് ചെയ്യുന്നത്, ഫോളോ അപ്പ് ചെയ്യണം. നമ്മളെ ബാധ്യതയാണത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തോന്നിയ പോലെ ആവും. മനസ്സിലായില്ല? അപ്പോൾ ഫോളോ അപ്പ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇനി അഥവാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് കംപ്ലൈന്റ് എന്തായിരിക്കും? നാട്ടിലേക്ക് വരുന്നില്ല, തീരെ ബന്ധമില്ല, കാണും, ഇപ്പോൾ വീഡിയോ കോൾ എടുക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ബന്ധം വെക്കാനൊക്കെ ഫോൺ ആവശ്യം ഉണ്ടാവും. പക്ഷേ ആ ഫോൺ ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അതെന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം കൊടുക്കുമ്പോൾ. അടുത്തതാണ് അൽ ഹാറ്റിഫുൽ ജവാൽ യുഅവിദു നാസ് അല തബറുജ് വൽ ഇൻഹിലാൽ അൽ അഖ്ലാഖി. സൗന്ദര്യ പ്രകടനം നടത്താനും അത് മോശമായിട്ടുള്ള നല്ല സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കാനും ജനങ്ങളെ ശീലിപ്പിക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയകളാണ്. ഇവർ കാണുന്നതൊക്കെ എന്താണ്? ഈ കുഫാറുകളുടെ കാര്യങ്ങളാണ്. ഓരോ പുതിയ പുതിയ ട്രെൻഡുകൾ, അവരുടെ ഓരോ രീതികൾ, അതൊക്കെ എന്ത് ചെയ്യും? ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് നോക്കും. കുഫാറുകൾ എന്ന് പറഞ്ഞാൽ യാതൊരു ലജ്ജയില്ലാത്ത ആൾക്കാരാണ്. ഡ്രസ്സിങ്ങിലായിക്കോട്ടെ എന്തായിക്കോട്ടെ, അവരെന്താണോ ചെയ്യുന്നത് അതെന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? മുസ്ലിമീങ്ങൾ. ഇപ്പോൾ അവരുടെ ഡ്രസ്സിങ് എങ്ങനെ, അവരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെ, അത് അതുപോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഫാറുകൾ തശബ്ബുഹ് പ്രശ്നമാണ് കുഫാറുകളോട്. അതായത് തശബ്ബുഹ് ആണെങ്കിൽ അവരോട് സാദൃശ്യപ്പെടൽ പ്രശ്നമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാം കേട്ടോ. അപ്പൊ പക്ഷെ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. അവരൊക്കെ എന്താണ് മുന്നിട്ട് പോയ ജനറേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാലത്തിനൊപ്പം ഓടണം എന്ന് പറഞ്ഞിട്ട് കുഫാറുകൾ എന്താണ് ചെയ്യണം അതിനനുസരിച്ചിട്ട് അവരെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതിൽപ്പെട്ടാണ് ഇപ്പൊ ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ. സ്ത്രീകൾക്ക് ഇപ്പൊ എന്താ നാട്ടിൽ വരെ മലയാളികള് കേരളത്തിലെ അവസ്ഥ പറയാം, സ്ത്രീകൾക്ക് കല്യാണം കഴിക്കേണ്ട വരും. പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെന്താ? ഭർത്താവിന്റെ കാര്യം നോക്കണം, കുട്ടികളെ കാര്യം നോക്കണം, ഒക്കെ എന്താണ് പണിയാണ്. മറ്റേന്ന് പറഞ്ഞാല് ഭാര്യയും ഭർത്താവും ഇപ്പൊ എന്താണ് ജോലിക്ക് പോവാണ്. കുട്ടികളെ നോക്കാൻ ഇപ്പൊ ആരാ? സെർവന്റിന്റെ ആവശ്യമുണ്ട്. ആ സെർവന്റിന് ആരാ വെക്കുന്നത്? കാഫിര്യങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഈ കാഫിര്യങ്ങളാണ് കുട്ടികളെ തർബീയത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഭാര്യക്ക് ഭർത്താവിന്റെ തന്നെ ആവശ്യമില്ല ആ സമയത്ത്. കാരണം ഭാര്യന്റെ ചിലപ്പോൾ ഭർത്താവിനേക്കാളും ശമ്പളം ഉണ്ടാവും, രണ്ടാളിലും കാറുണ്ടാവും. അങ്ങനത്തെ അവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ സോഷ്യൽ മീഡിയകളുടെ ഈ ഫോണിന്റെ ഷെറ് നല്ലോണം വന്നിട്ടുണ്ട്. സ്ത്രീകളെ പെൺകുട്ടികളെ പുറത്തേക്ക് പഠിപ്പിക്കാൻ വിടുക. ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ പുറത്ത് പോയിട്ട് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? കേട്ടാൽ ഞെട്ടിപ്പോവും. സ്ത്രീകൾ നേരിട്ട് പോയിട്ടാണ് ഹറാമ് ചെയ്യാനുള്ള കാര്യങ്ങൾ വാങ്ങുന്നത് മെഡിക്കൽ ഷോപ്പിൽ. പെൺകുട്ടികൾ ഹോസ്റ്റലുകളിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? പുറത്തു പോയി പഠിക്കുന്ന അല്ലാഹുൽ മുസ്തആൻ. പക്ഷെ അതൊന്നും പ്രശ്നമില്ലാതായിട്ട് മാറി. എട്ടാമത് ഇന്തിഷാറുൽ ഫവാഹിഷ് ബിസബബിൽ ഹാത്തിഫിൽ ജവാൽ. മ്ലേച്ഛമായിട്ടുള്ള ചീത്ത പ്രവർത്തികൾ ഇത് കാരണത്താൽ സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അത് ഇതിലൂടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തത് യുബല്ലിദുൽ അദ്ഹാൻ. അതായത് ബുദ്ധി എന്ത് ചെയ്യും? ബുദ്ധിക്ക് പോരായ്മകൾ, അതായത് നമുക്ക് ഗ്രാഹ്യശക്തി ഉണ്ട്, ബുദ്ധിയുണ്ട് മനുഷ്യന്, അത് വീക്കാക്കുന്ന കാര്യമാണ് ഈ മൊബൈൽ ഫോണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യത്തിലുണ്ടോ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കാൽക്കുലേറ്റർ തന്നെ നമ്മൾ എടുത്തു നോക്കാം.
വളരുമ്പോൾ ചെറിയൊരു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഫോൺ എടുത്തിട്ട് ചെയ്യും. ശരിയല്ല അത്? ചിലപ്പോൾ നമുക്ക് മൈൻഡിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് നോക്കും. അതുപോലെ തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ എന്താണ് ചാറ്റ് GPT അതുപോലെ തന്നെ ഗൂഗിള്, അതുപോലെ തന്നെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ജെമിനി, അങ്ങനത്തെ നേരെ പോയിട്ട് എന്ത് ചെയ്യും, വേറെ ഒന്നും നോക്കാനില്ല, നേരെ അതിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. അപ്പൊ അതൊക്കെ എന്താണ് ഇതിൽ പറയുന്ന കാര്യമാണ്. എന്ത് അത് നമ്മളെ ബുദ്ധിനെ എന്ത് ചെയ്യും, അത് പോരായ്മ വരുത്തത്, നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. കാരണം കൂടുതലായിട്ടും അവലംബിക്കുന്ന എന്തിനാണ്, ഇതിനാണ്. ഏത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒക്കെ ഇതിനെ അവലംബിക്കും. അടുത്തതാണ് ശൈത്താനു ഖദ് യുലബ്ബിസു അലൽ മർഅതി അൻ ത്വരീഖിൽ ജവാൽ അന്നഹ തത്ലബുൽ ഇൽം. നേരത്തെ നമ്മൾ പറഞ്ഞതിനായിട്ട് കണക്ഷൻ ഉണ്ട്. ചില സ്ത്രീകൾക്ക് ശൈത്താൻ എന്ത് ചെയ്ത് കൊടുക്കും, അവളെ തോന്നിപ്പിക്കും എന്ത്, ചില ആലിമുകളോട് പണ്ഡിതന്മാരോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശൈത്താൻ തോന്നിപ്പിക്കുന്ന നീ ഇങ്ങനത്തെ പ്രശ്നക്കാരിയൊന്നല്ല, നീ എന്താണ് പഠിക്കുകയാണ് ഇൽമ് എന്ന്. ശരിക്കും എന്താണ് ആലിമിനോട്, അന്യ പുരുഷനാണ്, അയാളോട് സംസാരിക്കുകയാണ് ഈ സ്ത്രീ, അത് ശരിക്കും എന്താണ് പ്രശ്നമാണ്. പക്ഷെ ശൈത്താൻ എന്ത് തോന്നിപ്പിക്കും, അത് കുഴപ്പമൊന്നുമില്ല, നീ പഠിക്കല്ലേ ആലിമിനോട് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ശൈത്താൻ കുഴപ്പമുണ്ടാക്കും. അത് പിന്നെ എന്താണ് സംഭവിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ത്രീന്റെ ശബ്ദം എന്താണ്, അത് അട്രാക്റ്റീവ് ആണ്. അപ്പോൾ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അട്രാക്ഷൻ വരുന്നുണ്ടാവും. പിന്നെ കൂടുതൽ കൂടുതൽ ചാറ്റിങ് സംഭവിക്കും. പിന്നെ അങ്ങനെയാണ് ഹറാമില്ല. അതെന്താണ് എത്രയോ പണ്ഡിതന്മാരുടെ കാര്യം തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ പഴച്ചു പോയിട്ടുള്ള. അതിൽ പെട്ടത് തന്നെയാണ് വെറും ഇസ്ലാമികത മാത്രമല്ല, സ്വപ്നവ്യാഖ്യാനം ഇന്ന് വളരെയധികം സ്പ്രെഡ് ആയിട്ടുള്ള കാര്യമാണത്. പ്രത്യേകിച്ച് അറബിക് കൺട്രീസിൽ സ്വപ്നവ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ പല ആളുകളും വ്യാഖ്യാനിക്കുന്നതെന്ന് പറയപ്പെടുന്ന ആളുകളിലേക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് ഇയാൾ രഹസ്യമായിട്ടുള്ള ഔറത്ത് പോലുള്ള കാര്യങ്ങൾ പോലും ഇയാൾ ചോദിക്കും. എന്നിട്ട് സ്ത്രീ ഒരു പ്രശ്നമില്ലാണ്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതെന്താണ് പ്രശ്നമാണ്. അടുത്തത് عن طريق الجوال يحصل التعدي على عورات المسلمين. അതായത് മുസ്ലിമീങ്ങളെ ഔറത്തുകൾ, അവരുടെ ന്യൂനതകൾ, അതിര് കവിയുന്ന അവസ്ഥ, അത് കടന്നു ചെല്ലുക, അതായത് അതിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഈ ഫോൺ കാരണം ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ സ്ത്രീകൾ എന്ത് ചെയ്യാം, സ്ത്രീകളുടെ നമ്പറുകൾ അന്വേഷിച്ചിട്ട് സ്ത്രീയാണെന്ന് ഉറപ്പുവരുത്താം. അതിനായിട്ട് എന്തുണ്ട്, ആളുകളുണ്ട്, രോഗികൾ. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്പറുകൾ വെറുതെ ഡയൽ ചെയ്ത് നോക്കും. എന്നിട്ട് സ്ത്രീയാണോ കോൾ അറ്റൻഡ് ചെയ്തത് നോട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ അതിലിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇനി ബ്ലോക്ക് ചെയ്താലോ വേറെ സിമ്മൊന്നും വരും. എന്നിട്ട് വീണ്ടും വിളിക്കും, വീണ്ടും മെസ്സേജ് അയക്കും, എന്നിട്ട് പൂവിന്റെ ചിത്രം അയച്ചു കൊടുക്കും. പിന്നെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ വശീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതെന്താണ്, എന്നിട്ട് അവസാനം എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്കറിയാം, ഇവരിങ്ങനെ ചാറ്റിൽ തുടരും, പിന്നെ ഹറാമിലെത്തും, ചിലപ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കും. പിന്നെ ഫോട്ടോ അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ അവറത്ത് കാണിച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആ ഫോട്ടോ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തും, എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിത് പ്രചരിപ്പിക്കും. പിന്നെ എന്താ സംഭവിക്കുക, അവള് എന്തിനാണോ ഉള്ളത്, അവനെന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തും. അവസാനം എന്തിലേക്ക് എത്തും, അവള് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക്. ഇത് നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞാൽ എപ്പോഴും കേൾക്കുന്ന സംഭവമാണിത്. അപ്പൊ അതിനൊരു സബബായിട്ടുള്ള കാര്യമാണ് ഈ ഫോണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, ഇത് അവസാനത്തെ പോയിന്റാണ്. ഫോണ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കൊടുക്കുന്ന സമയത്ത് പല ആളുകളും ഈ പരിപാടി എടുക്കുന്നുണ്ട്. ഫോൺ റിപ്പയർ ചെയ്യുന്ന ആളുകൾ, മെക്കാനിക്ക്, അവരെന്ത് ചെയ്യും, സ്ത്രീകളുടെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിലുള്ള നമ്പറുകൾ മുഴുവൻ നോട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവളുടെ ഫ്രണ്ട്സ് അവളുടെ നമ്പർ നോട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, അവനും അവൻ്റെ കൂട്ടുകാരുമായിട്ട് പിന്നെ ഈ പരിപാടി തുടരും. അപ്പം അതെന്ത് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെന്ത് അപ്പോൾ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക, സിം കാർഡൊക്കെ ഊരി വെച്ചിട്ട് കൊടുക്കുക റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് പോയിന്റ്സുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതെ തസ്വീറും ഉണ്ടാവും, അത് അവർ ചിലപ്പോൾ ഷെയർ ചെയ്തെടുക്കും. അടുത്തത് അദ്റാറുൽ ഹാറ്റിഫ് അൽ ജവാൽ അസ്സഹിയ്യ. ഇതുവരെ അടുത്തൊന്ന് ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഓടിച്ചു പോവുക. ഒന്നെന്താണ്, മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് ഹറാമായിട്ടുള്ള, പിന്നെ ഫോട്ടോഗ്രാഫി, പിന്നെ ടൈം വേസ്റ്റ് ചെയ്യുക, പിന്നെ കള്ളമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, പിന്നെ കുട്ടികൾക്കും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്കും ഫോൺ കൊടുക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ,
പിന്നെ ഹറാമുകളിലേക്ക് വീഴൽ, പിന്നെ ഹറാമ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേരണകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ ഹറാമുകൾ സ്പ്രെഡ് ആവല് അല്ലെ, അതെന്താണ് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത് കാരണത്താൽ. പിന്നെ ബുദ്ധിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറവുകൾ വരുത്തുന്നുണ്ട്, വർക്ക് ചെയ്യുന്നതിൽ നിന്നും പോരായ്മകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ ചില തോന്നിപ്പിക്കും എന്ത് നീ പഠിക്കാണ്, തൊലബലിൽ നടത്താണ് എന്നുള്ളത് തോന്നിപ്പിക്കും ചിലപ്പോൾ ശൈത്താൻ. ശരിക്കും എന്താണ്, ഹറാമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഔറത്തുകൾ അല്ലെ, അതിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഈ ഫോണുകൾ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അവസാനമായിട്ട് പറയുന്നത് ഷെയ്ഖ് ഈ ഫോണുകൾ കൊണ്ടുണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അബ്റാറുൽ ഹാത്തിഫ് അൽ ജവാൽ അസ്ഹിയ. ശാരീരികമായിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇത് അൽഹംദുലില്ലാ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ അധിക പോയിന്റുകളും ഷെയ്ഖ് പറയുന്നത് എന്താണ്, ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്. പല നമ്മൾ കേട്ടതായിരിക്കും. അതിലൊന്നാണ് എന്താണ്, കേൾവിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആവർത്തിച്ചിട്ടുള്ള ഫോൺ കോളിങ്, അതുപോലെ തന്നെ ആവർത്തിച്ചുള്ള ഈ ഹെഡ്സെറ്റ് ഉപയോഗങ്ങൾ, അതെന്ത് ചെയ്യും, കേൾവിക്ക് പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇത് കാറിൽ എന്ത് ചെയ്യാം, ഫോൺ ചാർജ് ചെയ്തിട്ടിട്ട് വെയിലത്തിട്ടിട്ട് പോവാം പുറത്തേക്ക്. ഇപ്പൊ ഈ അടുത്ത് റിയാദിലാണോ ജിദ്ദയിലാണോ എന്നറിയില്ല, ഒരു കാർ കത്തിപ്പോയി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ട് പോയി, നല്ല വെയിലത്താണ്. അപ്പൊ എന്ത് ചെയ്തു, അത് വീർത്തിട്ട് എന്തോ ആയിട്ട് അത് പിന്നെ അവസാനം കാറ് കത്തിപ്പോയ അവസ്ഥ ഉണ്ടായി. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. രാത്രി പ്രത്യേകിച്ച് ഫുള്ളായിട്ട് ഫോണ് ചാർജ് ചെയ്തിട്ട് ഇടുന്ന സമയത്ത് ചിലപ്പോൾ എന്തുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. പിന്നെ റേഡിയേഷന്റെ പ്രശ്നം, ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണത്. ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്താണ്, ഈ റേഡിയേഷനെ കൊണ്ടുള്ള പ്രശ്നം കൂടുതലാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇവിടെ മുന്നിലിടുന്ന വരെ പ്രശ്നം പറഞ്ഞിട്ട് ബാക്കിലത്തെ പോക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, ബാക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ മൊബൈൽ ഫോൺ നിൽക്കുന്ന പ്രശ്നമാണ്. സ്ത്രീക്കും പ്രശ്നം ഉണ്ടാക്കും, കുട്ടിക്കും പ്രശ്നം ഉണ്ടാക്കും. ഇതൊക്കെ അറിയപ്പെട്ട കാര്യമാണ്. പല ബർത്ത് ഡിഫക്ട്സും ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് പല അവസ്ഥയിലും. അതായത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഫുൾ ടൈം ഫോൺ ഉപയോഗിക്കാം. അത് ഇന്ന് പ്രത്യേകിച്ച് വയറിന്റെ അടുത്ത് വെച്ചിട്ടൊക്കെ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ വയറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഫോൺ വെക്കുക, വയറിന്റെ മുകളിൽ വെക്കുക, അത് എന്നാൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന കാരണത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ബുദ്ധിന്റെ വിഷയത്തിൽ. അതുപോലെ കണ്ണിന് കാഴ്ചക്കുറവ് വരും. കണ്ണിന് ഒരുപാട് ഉപയോഗിച്ച് നോക്കിയിട്ട് അവസാനം എന്ത്, ഇന്ന് ചെറിയ കുട്ടികൾ തന്നെ പെട്ടെന്ന് തന്നെ കണ്ണട വെക്കുന്നുണ്ട്. മെയിൻ കാരണം എന്താ, മൊബൈൽ ഫോണാണ്, ടാബാണ്. ഒരുപാട് നോക്കിയിട്ട് കണ്ണടിച്ചു പോകും. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരുപാടുള്ള ഉപയോഗം ചിലപ്പോൾ തലച്ചോറിൽ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാക്കാറുണ്ട്, അധികരിച്ച ഫോൺ ഉപയോഗം. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹസർ ഈ ഒരു സ്ഥലത്ത് വേസ്റ്റിന്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സോപ്പിലിടുമ്പോൾ കുറച്ചും കൂടി താഴെ വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഹസറിൽ വെക്കുന്ന സമയത്ത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടാക്കും, അൽ ജിഹാസ് തനാസുലിയിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിൽ വേണ്ടതാണ് ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാവും, ഇൻസോംനിയ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞിട്ടുള്ളൂ, അത് ചിലർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് രാത്രി ഇങ്ങനെ ഫോണിൽ കളിച്ചിട്ട് പിന്നെ ഉറക്കം നഷ്ടപ്പെടും, ഇത് ഉറക്കം കിട്ടില്ല തീരെ. അതെന്താണ്, ഈ ഫോൺ ഉപയോഗിക്കുന്ന കാരണം ഉണ്ടായത് നൗമിൽ സുഊബത്ത് ഉണ്ടാവുക, ഉറക്കം തീരെ കിട്ടില്ല. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതും എന്താണ്, പറയപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ഈ ഫോണിൽ വൈബ്രേഷനെ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം. ഫോണിൽ വൈബ്രേഷൻ കൊണ്ട് എന്തുണ്ട്, ശരീരത്തിൽ ദററുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷേഖ് ചുരുക്കമായിട്ട് പറയാണ്, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞ അധികവും ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ്, കേൾവി, അതുപോലെ തന്നെ കാഴ്ച, പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ കുട്ടികൾക്ക് ബുദ്ധിക്ക് വളർച്ചക്കുറവുണ്ടാവാം, അതുപോലെ തന്നെ
ജന്മവൈകല്യം ഉണ്ടാവുക, ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, പിന്നെ വൈബ്രേഷനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്താണ് ശാരീരികമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിന് എന്തുണ്ട്, ഉപയോഗങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇത് ശരിക്കും ഷെയ്ഖുന യഹ്യക്ക് വളരെ 2 വരിയിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഇതിന്റെ ഒരു ചുരുക്കമുണ്ട്. ഷെയ്ഖ് പറഞ്ഞതാണ്, ജിഹാസുൽ ഹാത്തിഫ് അല്ലദീ ഫീഹി ഇന്റർനെറ്റ് യഹ്താജു ഇലാ അംറൈൻ. അതായത് ഇന്റർനെറ്റുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് 2 കാര്യങ്ങളിലേക്ക് ആവശ്യക്കാരാണ്. ഉപയോഗിക്കണമെങ്കിൽ 2 ഷർത്തുണ്ട്, നിബന്ധനയുണ്ട്. ഒന്നെന്താണ്, ഇൽമുൻ യദ്ഫഉ ബിഹി ശുബ്ഹാത്ത്, ശുബ്ഹത്തുകൾ തടയാനുള്ള അറിവുണ്ടായിരിക്കണം അവനക്ക്. രണ്ടാമത്തേത് ദീനുൻ യദ്ഫഉ ബിഹി ഷഹവാത്ത്, അതുപോലെ തന്നെ ഷഹവാത്തുകൾ, ദേഹേച്ഛകൾ തടയാനുണ്ടാവുന്ന അതിനാവശ്യമായിട്ടുള്ള ദീനും അവനുണ്ടായിരിക്കണം. ഇതാണ് ചുരുക്കം അല്ലേ? സിമ്പിളായിട്ട് എന്താണ് ഇത് നമുക്ക് മനസ്സിലായി. അതായത് ഇൽമുണ്ടായിരിക്കണം ശുബ്ഹത്തുകൾ തടയാനുള്ള, അതുപോലെ തന്നെ ഷഹവത്തുകൾ തടയാനുള്ള ദീന് ഉണ്ടായിരിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹ് കാത്തിരിക്കട്ടെ. അല്ലാഹു മുസ്തആൻ. അപ്പോൾ പറയാൻ അപ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായിട്ട് ഉപയോഗിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹു തആല അലം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.